ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ സേമിയ ഉപ്മാവാണ് തയ്യാറാക്കുന്നത്. എലൈറ്റിൻ്റെ സേമിയാണ്, 200 ഗ്രാമുണ്ട്. വറുത്ത സേമിയാണ്. അതിലേക്കായിട്ട് ഞാനൊരു സവോള, സ്വല്പം വലിയ സവോള തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിലക്കടല, അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇടുമ്പോൾ നല്ലൊരു മണവും സ്വാദും ഉണ്ടാവും. പിന്നെ കറിവേപ്പില, പിന്നെ കടുക്, വറ്റൽമുളക്, മണിപ്പുളി. നമുക്കിത് തയ്യാറാക്കാം. ഞാനിതോടെ പാൻ വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്നപ്പരിപ്പിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കടുകിടാം. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കടലപ്പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. കടുക്, ഉഴുന്നപ്പരിപ്പ് പൊട്ടിയ ശേഷം നിലക്കടല ഇട്ടു. അതിന് ശേഷം ഇഞ്ചി, പച്ചമുളക് ചേർത്തി, കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തി, ഈ ഉള്ളിക്ക് മാത്രം. ഞാൻ പിന്നെ ഇവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ റോസ്റ്റഡ് സേമിയാണ് പറഞ്ഞല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ റോസ്റ്റായിട്ടുള്ള സേമിയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഈ തിളപ്പിച്ച വെള്ളം കൂടി 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം സേമിയ. ആ വെള്ളം നമുക്ക് ഉപ്പ് ചേർത്ത വെള്ളമാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിക്കണം. ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. 200 ഗ്രാം റോസ്റ്റഡ് സേമിയയ്ക്ക് ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. അത് കറക്റ്റ് പാകമാണ്. അത് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.